ഹായ് ഹലോ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി കാണാം കേട്ടോ. ടേസ്റ്റി മാത്രമല്ല നല്ല സിമ്പിളായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പം നമുക്കിത് ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു കപ്പ് ആട്ടപ്പൊടി ആട്ടോ എടുക്കുന്നത്, ഗോതമ്പ് പൊടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടീസ്പൂണോളം ഓയിൽ വേണേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാട്ടോ. 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. മറ്റുള്ള ഓയിലിനേക്കാളും നമുക്ക് സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാൽപ്പൊടി ആട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പാൽപ്പൊടിക്ക് പകരം നമുക്ക് പാലെടുക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂണ് പാലെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ മാവിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് പാലാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് ഒഴിക്കാം കേട്ടോ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിനുശേഷം നമ്മളിനി ചേർക്കുന്നത് ഉപ്പാണ്. പാൽപ്പൊടിയിൽ കുറച്ച് ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അധികം ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നില്ല. ഈ ഒരു സമയത്ത് ഒരു 1/4 ടീസ്പൂണിൻ്റെ കുറവ് മതിയാവും കേട്ടോ ഉപ്പ്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇനി മധുരമൊന്നും അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറക്കാം. ഇനി പാൽപ്പൊടിയുടെ ആ ഒരു ചെറിയൊരു മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ പാൽപ്പൊടിയുടെ മധുരം മാത്രം മതി കേട്ടോ. പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു സവാള കേട്ടോ. ചെറുതാണെങ്കിൽ 1 ചേർക്കാം. ഇനി വലിയ മീഡിയം സൈസുള്ളൊരു സവാളയാണെന്നുണ്ടെങ്കിൽ പകുതി മതിയാവട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള സവാള എടുത്തിട്ട് അതിൻ്റെ പകുതി ആട്ടോ ഇതിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് സവാള ആയിപ്പോണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു ഉള്ളിയുടെ മണം, ആ ഒരു ടേസ്റ്റും കൂടുതലായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് ഉണ്ടാകാൻ. അതുകൊണ്ട് തന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ആ ഒരു സവാള നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. കാരണം ആ ഒരു സവാള ടേസ്റ്റും കൂടി ആകുമ്പം ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സവാള കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് സവാളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നന്നായിട്ട് ഇതൊന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് മൈദ വേണമെന്നുണ്ടെങ്കിൽ മൈദ ചേർക്കാം. 1 കപ്പോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം അതിന് ശേഷമായിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല. നമുക്ക് ഈ ഒരു മാവ് നല്ല കട്ടിയിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. കട്ടയൊന്നും ഇല്ലാത്ത രീതിക്ക് നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർത്തിട്ട് നമ്മൾ മാവ് അങ്ങ് ലൂസായി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടോ. 1 കപ്പ് മൈദക്ക് നമ്മളിപ്പം 1 മുട്ടയും 1/4 കപ്പ് വെള്ളം മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് പഞ്ചസാരയും കൂടി ചേർത്തുകൊണ്ട് മാവ് ഒന്നുകൂടി ഒന്ന് ലൂസായി കിട്ടും. അതുകൊണ്ട് അത്രയും വെള്ളം വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തുള്ള നമ്മളെ മാവ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാവ് ഇതാ നമ്മൾ ഈ ഒരു രീതിക്കാട്ടോ റെഡിയാക്കി എടുത്തത്. നമ്മൾ സാധാരണ ദോശമാവ് ഉണ്ടാക്കുന്നതിലും കട്ടിയിൽ വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മാവ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പം നമ്മളിതാ ഈ ഒരു ദോശക്കല്ല് നന്നായിട്ട് ചൂടാക്കിയിരിക്കുന്നുണ്ട്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. നമ്മൾ മാവ് ഒഴിക്കുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. നമ്മളിതാ ഈ മാവ് കുറച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വലുപ്പത്തിൽ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അധികം വലുപ്പം ഇല്ലാത്ത നമ്മളെ പാൻ കേക്കിൻ്റെ ആ ഒരു വലുപ്പത്തിലാട്ടോ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ബബിൾസ് വന്ന് തുടങ്ങണം കേട്ടോ. ഈ ഒരു മാവ് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് ബബിൾസ് ഒന്ന് വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാട്ടോ. തേങ്ങയും ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഞ്ചസാരയും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ മാവിൽ നന്നായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നല്ല ചൂട് വേണ്ട. നല്ല ചൂടോട് കൂടി വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും ചേർക്കുന്നില്ല. നമ്മളതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാവിൽ ചേർത്തിട്ടും കലക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ചാലും മതിയേ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്കൊരു മധുരം വേണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണ്ടില്ല. പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് തേങ്ങയും പഞ്ചസാരയും കൂടി ചേർക്കുമ്പം ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ആ പഞ്ചസാര ഒന്ന് മെൽട്ടായിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങയും പഞ്ചസാരയും ഈ ഒരു നമ്മൾ കുട്ടി ദോശയൊക്കെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാകാനും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് പഞ്ചസാര നമ്മൾ ചേർത്തിട്ട് ഒന്ന് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു മാവ് മുകൾ ഭാഗം ഒരുപാട് ആറി വരണ്ട കേട്ടോ. ആറി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. ഒന്ന് അതൊന്ന് ബബിൾസ് ഒന്ന് വന്ന് തുടങ്ങി നമ്മൾ പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ചെറുതാക്കി കൊടുക്കണേ. പിന്നെ ഫുൾ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല.
അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ പോകാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു സമയത്തിന് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം നമ്മൾ പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തിരിച്ചിട്ടതിന് ശേഷം ഒരുപാട് സമയം ഇനി വെക്കേണ്ടിയില്ല. ആ ഒരു ഭാഗം ഒന്ന് കളർ മാറി വരുമ്പോൾ തന്നെ നമ്മൾ പഞ്ചസാര മെൽട്ടായിട്ട് ഒരു സ്മെല്ലിങ്ങനെ വരും കേട്ടോ. ആ ഒരു സമയത്ത് ഒന്ന് തിരിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് പഞ്ചസാരയൊക്കെ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങയും പഞ്ചസാരയൊക്കെ കൂടി നല്ല അടിപൊളിയായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ ഈ ഒരു സമയത്ത്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സാധനങ്ങളില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ട് നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ എപ്പോഴും ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ കുട്ടികൾക്കും ഇഷ്ടമാവും. നമുക്ക് ലഞ്ച് ബോക്സിലും കൊടുക്കാൻ വേണ്ടി പറ്റും, നമുക്കും കഴിക്കാൻ വേണ്ടി പറ്റും. നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. ഇനി ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ പഞ്ചസാര ഒഴിവാക്കിയാലും മതി. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റുമേ. ഇനി ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് അപ്പോൾ ഉണ്ടാകാൻ നല്ല ചൂടോട് തന്നെ ആക്കി കൊടുത്താൽ മതിയേ. അപ്പോൾ എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്.